വീണ്ടും അവധി വന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീട്ടിലോട്ട് പോണ വഴിക്ക് അമ്മയ്ക്ക് എന്തൊക്കെയോ മേടിക്കണമെന്ന് പറഞ്ഞ് കടയിൽ കയറിയപ്പോഴാണ് ഞാൻ എന്താ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. ആദ്യം ഞാൻ വിചാരിച്ചു സ്ക്വിഡ് ഗെയിമിൻ്റെ റാമനാണെന്ന്. ബട്ട് പിന്നെയാണ് മനസ്സിലായത് ജസ്റ്റ് പ്രമോഷൻ വേണ്ടി മാത്രം വെച്ചതാണെന്ന്. എനിക്ക് കിംചി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ കിംചി റാമൻ തന്നെ മേടിച്ചു. ഞാൻ ചേച്ചി വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഈവനിങ് ആയപ്പോഴാണ് കുക്കിംഗ് തുടങ്ങിയത്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ ടച്ചിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആദ്യമേ കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഉള്ളിയിട്ട് വഴറ്റിയെടുത്തു. ഇതിൽ 2 പാക്കറ്റാണ് ഉള്ളത്. ഒന്ന് വെജീസും പിന്നെ ഒന്ന് കിംചി സീസണിങ്ങുമാണ്. മസാലയായിട്ട് ഞങ്ങൾ ഇത് രണ്ടും മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ഇങ്ങനെയാണ് കിംചി സീസണിങ് ഉണ്ടായിരുന്നത്. എന്തോ മുളക് പൊടി പോലെ ആയിരുന്നു, ടേസ്റ്റും അതേ കണക്കായിരുന്നു. പിന്നെ ഉള്ളത് ഈ വെജിറ്റബിൾസ് ആയിരുന്നു. അതിനകത്ത് മഷ്റൂമും ക്യാരറ്റും സ്പ്രിംഗ് ഒനിയനൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് ഓക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മളത് വേവിക്കാനായിട്ട് വെച്ചു. ആ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് സെറ്റായിട്ട് വരണമല്ലോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണെങ്കിൽ ഉപ്പില്ലായിരുന്നു. പിന്നെ ഒരു മുളകിൻ്റെ ടേസ്റ്റ് മാത്രമേ ഞങ്ങൾക്ക് ആദ്യമേ ടേസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയുള്ളൂ. ശരിയാവോ ഇല്ലേന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഏകദേശം വെജിറ്റബിളൊക്കെ വെന്ത് വന്നതിന് ശേഷം നന്നായിട്ട് തിളച്ചും കൂടി തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ ആ മാഗി എടുത്തിട്ടത്. മാഗിയല്ല, ആ ഒരു സംഭവം എടുത്തിട്ടത്. ഇപ്പിയും റാമനും എല്ലാം ഞങ്ങൾക്ക് മാഗിയാണല്ലോ, പണ്ട് തൊട്ടേ അത് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും. അത് അവസാനം വെന്തപ്പോഴത്തേക്ക് ആ ഒരു ബൗളിലോട്ട് മാറ്റി. സംഭവം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടി കുറച്ച് കറിവേപ്പില വെച്ച് ഡെക്കറേറ്റും ചെയ്തായിരുന്നു. അത് അമ്മ ഈ കോലത്തിലാക്കി. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കി, അമ്മയ്ക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സംഭവം നല്ല ജ്യൂസി ഫീല് കിട്ടും, വേറൊരു ടെക്സ്ചറാണ്. എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.